ഹലോ ഗായ്സ്, അപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിഹക്കുട്ടിക്ക് ഒരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ. ഒന്നല്ല 2-3 പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പട്ടുപാവാട എടുക്കാൻ നോവൽറ്റി പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ വീടെടുക്കാൻ വിട്ടു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ ഒരു ഫാൻസി ഡ്രസ്സ് ഉണ്ട്. അപ്പോൾ അതിന് കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് പേപ്പറാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് വിന്നേഴ്സാണ്. ഇത് പുളിമൂടുള്ള ഈ ഷോപ്പിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. വരയ്ക്കുന്നതാവട്ടെ കളിക്കുന്നതാവട്ടെ ടോട്ടലി നമ്മൾ എന്ത് സാധനം പിള്ളേർക്കുള്ള നോക്കിയാൽ അവിടെ കേട്ടോ. ഇത് 2 കാർഡ്ബോർഡാണ് കേട്ടോ. അത് 2 കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതെനിക്കൊരു ഫയൽ ആവശ്യമുണ്ടായിരുന്നേ. അങ്ങനെ ഒരു ഫയലും എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നേരെ താഴോട്ട് ഇറങ്ങി പോവാണ് കേട്ടോ. താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് ബില്ല് ചെയ്യാൻ പോയപ്പോൾ നല്ല തിരക്കായിരുന്നേ അവിടെ. അങ്ങനെ നിന്ന് ഞങ്ങൾ ബില്ല് ചെയ്തു. അങ്ങനെ റിഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പക്ക ക്വാളിറ്റി സാധനങ്ങളാണ് കേട്ടോ അവിടെ ഉള്ളത്. അങ്ങനെ നിന്ന് നമ്മുടെ സമയം എത്തി ഗൈസ്. അങ്ങനെ ഞങ്ങളിതാ ബില്ല് ചെയ്യാൻ പോവുകയാണ്. ബില്ല് ചെയ്തതാ 360 രൂപ എങ്ങാണ്ടായിട്ടുള്ളൂ കേട്ടോ. നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് കേട്ടോ. പേപ്പറും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ വന്നു. പണിപ്പുരയിൽ പണി ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ 1 2 നമ്മൾ പേപ്പറിലൊരു കൊട്ടാരം തന്നെ പണിതിരിക്കുകയാണ് ഗൈസ് ഇവിടെ. ആദ്യം തന്നെ നമ്മൾ നല്ലൊരു ചിറക് വെച്ചിട്ടുണ്ട്. മിഹക്കുട്ടി ഇവിടെ ചാരി നിർത്തിയേക്കുവാണ്. ഉറങ്ങാൻ പോയ മിഹക്കുട്ടിയാണ് കേട്ടോ. കാരണം നമുക്ക് അളവും കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അങ്ങനെ ഈ നന്നായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ചിറക് ചെയ്തത്. ഇത്തിരി ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും 1-2 മണിക്കൂറത്തെ കാര്യം എടുത്തോളൂ കേട്ടോ. ഉറക്കം ഒഴിഞ്ഞതാണെങ്കിൽ പോലും അതിന് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ മിഹക്കുട്ടിയെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നാളെ സ്കൂളിൽ പോയിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് പാർട്ട് 2 സ്കൂളിലെ പ്രോഗ്രാം കാണാം കേട്ടോ.